മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് നീങ്ങുകയാണ്. റവന്യൂ മന്ത്രി എൻ രാജൻ, വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ, അതുപോലെ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽ തുടങ്ങി പ്രമുഖരായ എല്ലാവരും കൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ പരിപാടിയിൽ അധ്യക്ഷനായിരിക്കും. അടുത്ത 4-5 ദിവസങ്ങൾ സംസ്ഥാനം ഈ കലാമാമാങ്കം കൊണ്ട് ഇളകി മറിയാൻ പോവുകയാണ്. അതൊരു വലിയ മേളയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാര മാമാങ്കമാണ് തിരുവനന്തപുരത്ത് അരങ്ങേറാൻ പോകുന്നത്. നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കാൻ. പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ഈ കലാമാമാങ്കം ഒരുപക്ഷെ സംസ്ഥാനത്തേക്ക് മടങ്ങി വരുമ്പോൾ ഒരുപാട് ഓർമ്മകളുമായി ആയിരക്കണക്കിന് പ്രേക്ഷകർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിറഞ്ഞു കവിഞ്ഞ സദസ്സാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ആളുകളെ കൈകൾ വീശി സ്വാഗതം ചെയ്യുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. തിരുവനന്തപുരത്തെ MLA ആന്റണി രാജു വേദിയിലുണ്ടാകും. തൊഴുകൈകളോടെ മുഖ്യമന്ത്രി വളരെ പ്രസന്നവദനായി സദസ്സിനെ അഭിമുഖീകരിക്കുന്നു. അല്പനിമിഷത്തിനകം അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗം വേദിയിൽ നടക്കും. ഒരുപക്ഷെ ഈ കലാമാമാങ്കം 12,000-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന മാമാങ്കമാണിത്. ഇത്രയും കടുത്ത ഒരു മത്സരമുള്ള മറ്റൊരു സ്കൂൾ യുവജനോത്സവം കേരളത്തിലില്ല എന്ന് തന്നെ പറയാം. ഏഷ്യയിൽ ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു പൊതുമേള. പലപ്പോഴും ആൾക്കാർ ഇത് സോൺ തിരിച്ചൊക്കെ ഈ മേള സംഘടിപ്പിക്കണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ സംസ്ഥാന കലോത്സവത്തിൻ്റെ മാറ്റ് കുറഞ്ഞു പോകും എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ മാനുവൽ പ്രകാരം കലോത്സവം ഒന്നിച്ച് തന്നെ നടത്താൻ തീരുമാനിക്കുന്നത്. ഈ വർഷം കലോത്സവം അല്പസമയത്തിനകം അതിൻ്റെ തിരശ്ശീല ഉയരുകയാണ്. 30,000 ആളുകൾ ഒരു നേരം ഭക്ഷണം കഴിക്കുന്ന കലവറയും പഴയിടത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പഴയിടം നമ്പൂതിരിയും തയ്യാറായി കഴിഞ്ഞു. പുത്തരിക്കണ്ട മൈതാനത്താണ് കലവറ ഒരുങ്ങിയിട്ടുള്ളത്. വിവിധ വേദികളിലായി മത്സരങ്ങൾ നടക്കും. മത്സരങ്ങൾ കൃത്യം സമയത്ത് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും ആളുകൾ ചിന്തിക്കേണ്ട സമയം. അതിനിടയിൽ അപ്പീലുകളുമായി കോടതിയിലേക്ക് പോകുന്ന പരിപാടികളുണ്ട്. ഹൈക്കോടതിയുടെ സമയം അപഹരിക്കാതിരിക്കാൻ ഒരു ട്രൈബ്യൂണൽ തന്നെ സംഘടിപ്പിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ അഭിപ്രായം ഹൈക്കോടതി തേടിയിരിക്കുകയാണ്. കാരണം മത്സരങ്ങളിൽ അഭിപ്രായ തർക്കം ഉണ്ടാകുമ്പോൾ നേരെ ഹൈക്കോടതിയിലേക്ക് കയറുന്നത് ഹൈക്കോടതിയുടെ വിലപ്പെട്ട സമയം അപഹരിക്കുന്നുവെന്ന് കോടതി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു റിട്ടയർഡ് ജഡ്ജിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രൈബ്യൂണൽ ഈ കലോത്സവത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങണം. അതിൽ സർക്കാരിൻ്റെ അഭിപ്രായം അറിയിക്കാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി. ഒരു ട്രൈബ്യൂണൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരും വർഷത്തിൽ കലോത്സവത്തിലെ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരുപക്ഷേ ഈ ട്രൈബ്യൂണലിലായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. വലിയ ജനക്കൂട്ടമാണ് ഈ കലോത്സവം കാണാൻ എത്തിയിരിക്കുന്നത്. തലസ്ഥാന നഗരി സാധാരണഗതിയിൽ ഇത്തരം മാമാങ്കങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ നിറഞ്ഞു കവിയാറുണ്ട്. ഈ വേദിയിലും സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിലും നിറഞ്ഞു കവിയും ഈ വേദി എന്നുള്ള സംശയമില്ല. ഇപ്പോൾ കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്, ജോൺ ബ്രിട്ടാസ് MP തുടങ്ങിയവരെയും വേദിയിൽ കാണാം. വളരെ നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സിലാണ് ഉദ്ഘാടന സമ്മേളനം അരങ്ങേറാൻ പോകുന്നത്. അവതരണ ഗാനം കഴിഞ്ഞു. കലാമണ്ഡലത്തിലെ പ്രതിഭധനരായ കുട്ടികൾ അവതരിപ്പിച്ച അവതരണ ഗാനം കഴിഞ്ഞു. വീണ്ടും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്കൊപ്പം നമ്മുടെ വാർത്താ സംഘത്തിലെ സ്മിത ഹരിദാസ് ചേരുകയാണ്. എനിക്ക് തോന്നുന്നു അവിടെ സ്വാഗത പ്രസംഗം നടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്മിത ഹരിദാസ്, എന്താണ് ഇപ്പോൾ വേദിയിൽ നടക്കുക? നമുക്ക് അല്പനേരം വേണമെങ്കിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ സ്വാഗത പ്രസംഗം കേൾക്കാം. ദേശീയ നൃത്തരൂപങ്ങൾ കൂടി ഈ വർഷം മേളയുടെ ഭാഗമാവുകയാണ്. എന്തുകൊണ്ടും എല്ലാ രീതിയിലും വളരെ മനോഹരമായി തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ ഈ മേള ഇന്ന് ഇവിടെ തുടക്കമാവുകയാണ്. 63ാമത് കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളാണ്. കേരളത്തിൻ്റെ വികസനത്തിന് നേതൃത്വം നൽകുന്നതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസത്തിനും തുല്യ പ്രാധാന്യം നൽകി അക്കാഡമികേതരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളാണ്. പൊതുവിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിൽ തുടക്കം മുതൽ തന്നെ ഞങ്ങൾക്ക് നേതൃത്വം നൽകി എല്ലാ കാര്യത്തിലും സൂക്ഷ്മമായ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ അധ്യക്ഷൻ, ബഹുമാന്യനായ പൊതുവിദ്യാഭ്യാസവും തൊഴിലും വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം
മന്ത്രിമാർ പങ്കെടുക്കുന്നു. ബഹുമാന്യനായ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, അദ്ദേഹമാണ് സ്വാഗത സംഘം ചെയർമാൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ അവർകൾ മുഖ്യാതിഥിയാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട വനം വന്യജീവി വകുപ്പ് മന്ത്രി ശ്രീ AK ശശീന്ദ്രൻ അവർകൾ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യയായ ആരോഗ്യം വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് മാഡത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം നമ്മളോടൊപ്പം മുഖ്യാതിഥികളായി ബഹുമാന്യനായ MLA അഡ്വക്കേറ്റ് ആൻ്റണി രാജു പങ്കെടുക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ബഹുമാന്യരായ MPമാർ അഡ്വക്കേറ്റ് A റഹീം, ഡോക്ടർ ജോൺ ബ്രിട്ടാസ്, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വിശിഷ്ട സാന്നിധ്യമായി നമ്മളോടൊപ്പം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ MLA, ശ്രീ V ജോയ് MLA, അഡ്വക്കേറ്റ് VK പ്രശാന്ത് MLA, അഡ്വക്കേറ്റ് M വിൻസെൻ്റ് MLA, അഡ്വക്കേറ്റ് IB സതീഷ് MLA, ബഹുമാന്യരായ DK മുരളി MLA, ശ്രീ V ശശി MLA എന്നിവരും പങ്കെടുക്കുന്നു. ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് D സുരേഷ് കുമാറിൻ്റെ സാന്നിധ്യവുമുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ സഹപ്രവർത്തകർ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീമതി അനുകുമാരി, അതുപോലെ തന്നെ അഡീഷണൽ ഡയറക്ടർ ശ്രീ RS ഷിബു, ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ സുബിൻ പോൾ, ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീ ഷാനവാസാണ്. ഷാനവാസിൻ്റെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ എല്ലാ ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ ഈ കലോത്സവം വിജയമാക്കുന്നതിന് വേണ്ടിയിട്ട് സംഘാടക സമിതി രൂപീകരിക്കുകയും വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയ്തു. ഈ സബ് കമ്മിറ്റികൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട MLAമാരാണ്. അതുപോലെ അതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്, കൺവീനറുണ്ട്, അധ്യാപക സംഘടനാ പ്രതിനിധികളുണ്ട്. ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന കലോത്സവം വിജയമാക്കാൻ എത്തിച്ചേർന്ന ഏവരും സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിവിധ ജില്ലകളിൽ നിന്ന് മത്സരത്തിനായി പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമാണ്, കലാപ്രതിഭകളാണ്. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതൊരു മത്സരമല്ല, എന്നാൽ അതേസമയം വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജ് സ്വാഗതം ആശംസിക്കുകയാണ്. സംസ്ഥാന കലോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ അല്പനിമിഷങ്ങൾക്കകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. വലിയ പ്രസംഗങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. എത്ര പേർ പ്രസംഗിക്കും എന്നറിയില്ല. കാരണം കുട്ടികളുടെ കലോത്സവം ആരംഭിക്കാനുണ്ട്. വിവിധ വേദികളിൽ മത്സരത്തിന് കുട്ടികൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.